നമസ്കാരം. കേരളം മുഴുവൻ പ്രളയക്കെടുതിയിൽ വലയുമ്പോൾ കേരള പോലീസ് ഒരു ഗുണ്ടയുടെ പുറകെയാണ്. ഒരു ഗുണ്ട എന്ന് തന്നെ പറയണം. കാരണം അധോലോക നായകനോ അങ്ങനെയൊന്നും കീർത്തി കൊടുക്കേണ്ട കാര്യമേ ഇല്ല. അർജുൻ ആയങ്കി എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഗുണ്ട. അതിനപ്പുറത്തേക്ക് യാതൊരു വിശേഷണത്തിനും അർഹതയില്ലാത്ത ഒരു കുറ്റവാളി, ഒരു ക്രിമിനൽ. എന്നോ ജയിലഴിക്കുള്ളിൽ പോകേണ്ടിയിരുന്ന ഒരുത്തനെ സാമൂഹ്യ മാധ്യമങ്ങൾ വളർത്തി വലുതാക്കി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തമായ പിന്തുണയോടുകൂടി വളർത്തി വലുതാക്കി ഇന്ന് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ പരസ്യമായി വെല്ലുവിളിക്കുന്ന തരത്തിൽ കേരള പോലീസിനെ വട്ടം ചുറ്റിക്കുന്ന ഒരു കൊടും ക്രിമിനലായി വിലസുകയാണ്. എന്നെ തീവ്രവാദിയാക്കിയത് ഈ സിസ്റ്റമാണ്, മുട്ടിന് താഴെ വെടിവെച്ചാലും മുട്ട് മടക്കില്ല തുടങ്ങിയ മാസ് ഡയലോഗൊക്കെ അടിച്ച് നടക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, മുഖ്യമന്ത്രിയുടെ വി ഡി സതീശൻ്റെ ഒരു ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ട യുവാവിനെ രാത്രിക്ക് രാത്രി തൂക്കിയെടുത്ത് അകത്തിടുവാനും ചിലരുടെ ഫോൺ പിടിച്ചു വയ്ക്കുവാനും, ആ പിടിച്ച ഫോൺ ആരുടെയാണോ പിടിച്ചു വെച്ചത് അയാൾ PDP പ്രവർത്തകനോ ആരോ ആയിക്കോട്ടെ, അയാൾ ചെയ്തത് രാത്രി വീട്ടിൽ കറണ്ടില്ലാത്ത സമയത്ത് മക്കൾക്ക് ഉറങ്ങുവാൻ വേണ്ടി, കുഞ്ഞു മക്കൾക്ക് ഉറങ്ങുവാൻ വേണ്ടി കയ്യിലുള്ള റീചാർജബിൾ ഫാനും വെച്ചിരിക്കുകയാണ്. ഇതാണ് പൂക്കി ഭരണത്തിൻ്റെ വിശേഷണം എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തു. അതിന് വേണ്ടിയിട്ട് ഫോൺ പിടിച്ചെടുത്തു. പിന്നെ പ്രതിഷേധമുണ്ടായതുകൊണ്ട്, അയാളുടെ പിന്നിലൊരു സംഘടന ഉള്ളതുകൊണ്ട് അയാളെ വിട്ടു. ഇന്നലെ ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് പോസ്റ്റ് ഇട്ടതിന്. ഇത്രയുമൊക്കെ ചെയ്യാൻ കഴിവുള്ള കേരള പോലീസിന് അവരുടെ ഒരു CIയെ, ഒന്നല്ല 2 CIമാരെ, സർക്കിൾ ഇൻസ്പെക്ടർമാരെ പരസ്യമായി വെല്ലുവിളിക്കുന്ന, നിനക്കുള്ളത് ഞാൻ തരും എന്നുള്ള ഭീഷണി മുഴക്കുന്ന ഒരു ക്രിമിനലിനെ പിടികൂടുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കേരളമൊട്ടാകെ വലവിരിച്ചിരിക്കുകയാണ്, കാടടച്ച് വലവിരിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നമുക്കറിയുവാൻ കഴിയുന്നത് കേരള പോലീസ് ഈ വലയൊക്കെ വിരിച്ചിരിക്കും, അർജുൻ ആയങ്കി കോടതിയിൽ വന്ന് കീഴടങ്ങും എന്നുള്ളതാണ്. അങ്ങനെ കീഴടങ്ങിയാൽ അടിസ്ഥാനപരമായിട്ട് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഒന്നുകിൽ രാജിവെച്ച് പോകണം, അല്ലെങ്കിൽ കേരള പോലീസിൽ ഇപ്പോഴുള്ള സംവിധാനങ്ങളിൽ ഈ അന്വേഷണങ്ങളും അർജുൻ ആയങ്കി അന്വേഷിച്ച് പോയ പ്രത്യേക സംഘമുണ്ടല്ലോ, അതിലുള്ള ഏമാന്മാരെ എല്ലാം ഒന്ന് പിരിച്ചുവിടണം. കാരണം നിങ്ങളോട് വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ എതിർപ്പോ അല്ലെങ്കിൽ കേരള പോലീസ് ഏമാന്മാരോടുള്ള പരാതിയോ അല്ല. കാരണം അടിസ്ഥാനപരമായിട്ട് ആഭ്യന്തരമന്ത്രിയും കേരള പോലീസും പ്രതിനിധീകരിക്കുന്നത്, സംരക്ഷിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങളെയാണ്. ആ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വലിയ സേന, വലിയൊരു ശക്തി ഒരു ക്രിമിനലിൻ്റെ മുമ്പിൽ ഇങ്ങനെ നാണം കെട്ട് കേരളം ഇത്രയും വലിയൊരു ദുരിതത്തിൽ വലയുമ്പോൾ അതിനൊന്നും സമയം ചെലവഴിക്കാതെ പത്രസമ്മേളനത്തിന് വരുന്ന ആഭ്യന്തരമന്ത്രിയോട് മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കുവാനുള്ള ഏക ചോദ്യം അർജുൻ ആയങ്കി എപ്പോൾ പിടിക്കും? ഇത്രയും വലിയ കീർത്തി ഒന്നും അർഹിക്കുന്ന ഒരു വ്യക്തിയല്ല അർജുൻ ആയങ്കി. മാർക്സിസ്റ്റ് നേതാക്കളെ അത്രയും കീർത്തി അർഹിക്കുന്നില്ല. അപ്പോഴല്ലേ മാർക്സിസ്റ്റിൻ്റെ ഒരു ലോക്കൽ ഗുണ്ട കൊടിസുനി എന്ന ക്രിമിനലിൻ്റെ ശിഷ്യനായി വളർന്ന്, അല്ലെങ്കിൽ കയ്യാളായി വളർന്ന് ഈ സ്വർണം പൊട്ടിക്കലുണ്ടല്ലോ, ഈ സ്വർണം കടത്തിക്കൊണ്ട് വരുന്നവൻ്റെ കയ്യിൽ നിന്ന് സ്വർണം കടത്തിക്കൊണ്ട് പോകുന്ന നമ്മുടെ ഇന്ദ്രജാലം സിനിമയിൽ രാജൻ പി ദേവിൻ്റെ കാർലോസ് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, വിശപ്പ് കൊണ്ട് ഒരു ചെകുത്താൻ ഇവിടെ ഇരുന്ന് കരയുന്നു, ആ കണ്ണീര് നക്കി കുടിക്കാൻ വേറൊരു ചെകുത്താൻ എന്ന് പറഞ്ഞതുപോലുള്ളൊരു ചെകുത്താൻ. അത്രയേ ഉള്ളൂ ഈ അർജുൻ ആയങ്കി. ഗുണ്ടാപ്പണിയിൽ മിടുക്കനാണ്. അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ഒരു കഴിവോ ശേഷിയോ ഒന്നുമില്ല. പാർട്ടിയുടെ കുറേ അരിവാളും ചുറ്റിയും അത് അതിൻ്റെ ജന്മസ്ഥാനത്ത് നിന്ന് എടുത്ത് ചവറ്റുകുട്ടയിൽ കളഞ്ഞ അരിവാളും ചുറ്റിയും എടുത്ത് പിടിച്ച് കാറിൻ്റെ മുകളിൽ കയറിയിരുന്ന മാസ് ഡയലോഗുകളും അടിച്ച് ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർമാരെ വരെ വെല്ലുവിളിക്കാനുള്ള തരത്തിലേക്ക് വളർന്നിരിക്കുന്ന ഈ ക്രിമിനലിനെ വളർത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവരുടെ കാലത്ത് പോലീസുകാർ ഇയാളെ തൊടാൻ മടിച്ചത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഭരണത്തിൽ കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ, കോൺഗ്രസ്സുകാരല്ലേ, UDFകാരല്ലേ. ആ പോലീസിന് ഇയാളെ തൊടാൻ എന്താണ് മടി? അയാളെ അന്വേഷിച്ച് നടക്കുന്ന വാർത്തകൾ വരുമ്പോൾ അതിൻ്റെ താഴെ തന്നെ അയാളുടെ കമൻറ്റുകൾ വരുന്നു, സാമൂഹ്യ മാധ്യമങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നു അയാൾ. ഇതെല്ലാം വഴിതിരിച്ചു വിടാനുള്ളൊരു തന്ത്രമാണ് എന്നുള്ളത്. കാരണം ഈ പല ഫോണുകളിൽ ഒരേ സമയത്ത് ലോഗിൻ ചെയ്ത് പല ലൊക്കേഷനുകളിൽ നിന്നായി കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടി ഇത്തരം കമൻറ്റുകൾ ഇടുക പ്രായോഗികമാണ് എന്നുള്ളത്, സാധ്യമാണ്, സംഭവ്യമാണ് എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാഞ്ഞിട്ടല്ല. അപ്പോൾ ഇന്നലെ ഒരു മാധ്യമപ്രവർത്തകൻ ഇട്ട പോസ്റ്റ് പോലെ ഇതിൽ പോലീസിലെ ഏതെങ്കിലും ഏമാന്മാർ ഇദ്ദേഹത്തെ സഹായിക്കുന്നുണ്ടോ, ഉണ്ടോ എന്ന് അന്വേഷിക്കണം. കറുവാഞ്ചേരിയിൽ എന്തോ ഒരു സെറ്റപ്പിനെ കാണാനാണ് വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എൻ്റെ സെറ്റപ്പ് എന്ന് അർജുൻ ആയങ്കിയുടെ മാസ് മറുപടി തിരിച്ചു വരുന്നു. ഇത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകൻ്റെ കമൻറ്റിനോട് എനിക്ക് യോജിപ്പുണ്ടോ വിയോജിപ്പുണ്ടോ എന്നുള്ളത് നിൽക്കട്ടെ. പക്ഷേ ഇത്തരമൊരു ക്രിമിനലിന്
ഇങ്ങനെ അഴിഞ്ഞാടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ അവർ സമാധാനം പറയേണ്ടി വരും. കാരണം മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് പോസ്റ്റിട്ടവനെ നിമിഷങ്ങൾക്കുള്ളിൽ വീട് വളഞ്ഞു പിടിക്കുന്ന രീതിയിൽ അകത്താക്കുക. അർജുൻ ആയങ്കി എന്നൊരു കൊടും ക്രിമിനലിനെ പിടിക്കുവാനായി നാട് മുഴുവൻ വല വിരിച്ച് അന്വേഷിച്ച് നടക്കുക. ആരെങ്കിലും കണ്ടോ ഞങ്ങളുടെ ആയങ്കിയെ എന്ന പാട്ടും പാടി നടക്കുക. അത്തരത്തിലുള്ളൊരു സംവിധാനം കൺമുൻപിൽ കാണുമ്പോൾ കേരളത്തിലെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, ഒരു കേരളീയൻ എന്താണ് വിചാരിക്കേണ്ടത്? ഇവരൊക്കെയാണോ എൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം തരുവാൻ പോകുന്നത്? അങ്ങനെ ഒരു ചോദ്യം കേരളീയൻ ചോദിച്ചു തുടങ്ങിയാൽ അടിസ്ഥാനപരമായി അത് ആഭ്യന്തര വകുപ്പിന് തന്നെ തീർത്താൽ തീരാത്ത നാണക്കേടാണ്. അർജുൻ ആയങ്കി കോടതിയിൽ കീഴടങ്ങിയാൽ, കോടതിയിൽ കീഴടങ്ങുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും ഒരു അവകാശമാണ്. പോലീസ് പലപ്പോഴും അവരുടെ വാശിയുടെ പുറത്ത് അത്തരത്തിലുള്ള കീഴടങ്ങലുകൾ തടയുവാൻ ശ്രമിക്കാറുണ്ട്. പൾസർ സുനിയുടെ കാര്യത്തിൽ സംഭവിച്ചിരുന്നു. കോടതിയിലേക്ക് ഓടിക്കയറിയ പൾസർ സുനിക്ക് ഒരു അബദ്ധം പറ്റി. മജിസ്ട്രേറ്റ് ജഡ്ജി ഊണ് കഴിക്കാൻ പോയ സമയത്താണ് അയാൾ കോടതിയിലെത്തിയത്. ആ സമയത്ത് അവിടെ നിന്ന് ബലമായി പൾസർ സുനിയെ പിടിച്ചുകൊണ്ട് പോകുന്ന കേരള പോലീസിൻ്റെ ധീരത നാം കണ്ടതാണ്. ശരിയാണ്, അവരവരുടെ മാനം രക്ഷിച്ചു. അർജുൻ ആയങ്കിയുടെ കാര്യത്തിൽ അത്ര എളുപ്പമാകില്ല കാര്യങ്ങൾ എന്ന് കേരള പോലീസിനും അറിയാം. കാരണം പൾസർ സുനിയെ പോലെ ഒറ്റതിരിഞ്ഞൊരു ഗുണ്ടയല്ല. വലിയൊരു പാർട്ടി സംവിധാനത്തിൻ്റെ, വലിയൊരു സ്വർണ്ണക്കടത്ത് ശൃംഖലയുടെ പിന്തുണയുള്ള ഒരു അറപ്പും വെറുപ്പും മാറിയ ഒരു ക്രിമിനലാണ്. രക്തം കണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികൾ ചെയ്തോ അറപ്പും വെറുപ്പും മാറിയ ഒരു ക്രിമിനലാണ്. തന്നെയുമല്ല, ഇപ്പോഴുള്ള അയാളുടെ പ്രവർത്തികൾ കാണുമ്പോൾ അയാളൊരു മാനസിക രോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണോ അതോ പൂർണ്ണമായും മാനസിക രോഗത്തിന് അടിമപ്പെട്ടോ എന്നുള്ള ഒരു സംശയവും തോന്നുന്നുണ്ട്. പക്ഷേ അതിനുമൊക്കെ അപ്പുറത്തേക്ക് മാനസിക രോഗമൊന്നുമല്ല, ഇത് ഒരു നിയമവ്യവസ്ഥയെ, എന്നെയും സാധാരണക്കാരായിട്ടുള്ള നിങ്ങളെയും സംരക്ഷിക്കേണ്ട ഒരു നിയമവ്യവസ്ഥയെ ഒരു ക്രിമിനൽ പച്ചയ്ക്ക് പരിഹസിക്കുന്ന കാഴ്ചയാണ് അർജുൻ ആയങ്കിയുടെ കാര്യത്തിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നാം കാണുന്നത്. കഴിഞ്ഞ കുറേ കാലമായിട്ട് എന്ത് കാര്യത്തിനുമാകട്ടെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്ര നല്ലയാളോ അല്ലെങ്കിൽ എത്ര മോശമായിട്ട് സ്വന്തം ജോലി ചെയ്യുന്നയാളോ ആകട്ടെ, പരസ്യമായിട്ട് യൂണിഫോം ധരിച്ച് ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെല്ലുവിളിക്കുന്ന ഒരു ക്രിമിനൽ കേസുകൾ പ്രതിയായ ഒരുത്തൻ, ശിക്ഷിക്കപ്പെട്ട ഒരുത്തൻ, ജയിലറയിൽ പോയിട്ട് ജാമ്യത്തിലിറങ്ങിയും പരോളിലിറങ്ങിയും നാട്ടിൽ വിലസുന്ന ഒരുത്തൻ, പരസ്യമായിട്ട് നിനക്ക് തരാനുള്ളത് ഞാൻ തന്നിട്ടില്ല, മുഴുവൻ തരും, മറ്റൊരു CI വിളിച്ച് നീ അവൻ്റെ ആളല്ലേ, നിനക്കുള്ളതും തരും എന്ന് വെല്ലുവിളിക്കാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിയമ സംവിധാനങ്ങളുടെ പരാജയം തന്നെയാണ്, ദൗർഭാഗ്യകരമായൊരു സംഗതി തന്നെയാണ്. ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടണം. കാരണം നേരത്തെ ആയിരുന്നെങ്കിൽ, ഇത് പറഞ്ഞ സമയത്ത്, ആദ്യത്തെ ഭീഷണി വന്ന സമയത്ത് കുഞ്ചിക്ക് തൂക്കിയെടുത്ത് അകത്തിട്ടിരുന്നെങ്കിൽ ഈ ക്രിമിനൽ ഇത്രത്തോളം വഷളാവുകയും ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ലഭിക്കുകയും ചെയ്യുമായിരുന്നില്ല. ഇപ്പോൾ അർജുൻ ആയങ്കി ഒരു വിഷയമേ അല്ല, ഇപ്പോഴും വിഷയമേ അല്ല. ഒരു സാധാരണ ക്രിമിനൽ, ഒരു ഗുണ്ട, കൊടിസുനി എന്നുള്ളൊരു കൊടും ക്രിമിനലിൻ്റെ കയ്യാൾ, അതിനപ്പുറത്തേക്ക് യാതൊരു മൂല്യവുമില്ലാത്തൊരു ജീവിൻ, ഒരു നികൃഷ്ട ജീവി, ഇയാൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ പാർട്ടിയുടെ പരമോന്നത നേതാവിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വെറുമൊരു നികൃഷ്ട ജീവി. അതിനപ്പുറത്തേക്കുള്ള യാതൊരു പ്രാധാന്യവും അയാൾ അർഹിക്കുന്നില്ല. പക്ഷേ നിയമ സംവിധാനങ്ങൾ കൊടുത്ത പഴുതുകളിലൂടെയോ അല്ലെങ്കിൽ അവർ കാണിച്ച അനാസ്ഥതയിലൂടെയോ ഇയാൾ ഇപ്പോൾ നിയമ സംവിധാനങ്ങളെ പരിഹസിച്ച് ഇപ്പോൾ ഇതൊരു വലിയ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് നിയമ സംവിധാനങ്ങൾക്ക്. കേരളത്തെ സംബന്ധിച്ച്, കേരളീയരെ സംബന്ധിച്ച് നിയമ സംവിധാനത്തിന് മുകളിലുള്ള വിശ്വാസ്യതയുടെ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരള പോലീസിനോട് പറയുവാനുള്ളത് അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുവാനുള്ളത് ഭീഷണിയൊന്നുമല്ല. മുട്ടിന് താഴെ വെടിവെച്ചാൽ പലരും മുട്ടുമടക്കി പോകും. അർജുൻ ആയങ്കി മുട്ടുമടക്കില്ലായിരിക്കും, കാരണം കമ്മ്യൂണിസ്റ്റ് മുട്ടായിരിക്കും അത്. അടിസ്ഥാനപരമായിട്ട് തോക്ക് കാണുമ്പോഴത്തേക്ക് ചെഗുവേര എന്നെ കൊല്ലരുത്, ജീവനോടെയുള്ള ചെഗുവേരയാണ് നിങ്ങൾക്ക് മരിച്ച ചെഗുവേരയേക്കാൾ പ്രയോജനപ്രദമെന്ന് നിലവിളിച്ച ചെഗുവേരയുടെ പാരമ്പര്യമായതുകൊണ്ട് തോക്ക് പുറത്തെടുക്കുന്നത് വരെ മുട്ടുമടക്കില്ല എന്നുള്ള ഡയലോഗ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഈ ആയങ്കിക്കും അറിയാം. പക്ഷേ ഈ ഡയലോഗുകൾ അടിക്കാൻ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നടത്തുവാൻ അയാൾക്ക് ലഭിക്കുന്ന ഓരോ അവസരവും കേരള പോലീസിന് നാണക്കേടിൻ്റെ പുതിയ ചരിത്രമാണ്. അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ നാണക്കേടിൻ്റെ കാര്യത്തിൽ എഴുതി ചേർക്കപ്പെടുന്ന ഓരോ വരികളാണ്. എന്താകണം ഇതിൻ്റെ പരിണാമം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പോലീസാണ്, അല്ലാതെ അർജുൻ ആയങ്കി അല്ല. അങ്ങനെ ആയിരിക്കണം നിയമവ്യവസ്ഥ പലരോടും അനീതി കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു ആരോപണമൊക്കെ നിൽക്കട്ടെ. പക്ഷേ ഇക്കാര്യത്തിൽ നിയമവ്യവസ്ഥ കൃത്യമായിട്ട് തന്നെ അർജുൻ ആയങ്കിയെ ഏത് വിധത്തിലും
കോടതിയിലെത്തുന്നതിൽ നിന്ന് തടഞ്ഞ് അറസ്റ്റ് ചെയ്ത് കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള സംവിധാനങ്ങൾ ആഭ്യന്തരമന്ത്രിയും പോലീസ് സേനയും ഒരുക്കിയില്ലെങ്കിൽ, അതിനവർക്ക് സാധിച്ചില്ലെങ്കിൽ, ദയവ് ചെയ്ത് ഞങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ നിങ്ങളിനി കൂടുതൽ ഞങ്ങളോട് ഉപദേശിക്കാൻ വരരുത്. കാരണം വരാം. കാരണം നിയമ സംവിധാനം അനുസരിച്ച് നിങ്ങൾക്കിനി അത് ചെയ്തല്ലേ പറ്റുള്ളൂ. റോഡിൽ അവിടെ നടക്കരുത്, ഇവിടെ നടക്കരുത്, ഹെൽമെറ്റ് വയ്ക്കണം, ഇല്ലെങ്കിൽ ഫൈൻ അടിക്കും, അവിടെ അങ്ങനെ ചെയ്യരുത്, ഇവിടെ ഇങ്ങനെ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തന്നല്ലേ മതിയാകുകയുള്ളൂ. അത് ഞങ്ങൾക്കനുസരിച്ചേ മതിയാകൂ, ഞങ്ങളതനുസരിച്ചേ മതിയാകുകയുള്ളൂ. അത് പക്ഷേ ദൗർഭാഗ്യകരമായിട്ടുള്ള ഇവരാണല്ലോ ഞങ്ങൾക്ക് ഈ നിയമ സംവിധാനങ്ങൾ പറഞ്ഞു തരുന്നത്, പാലിക്കുന്നത്, അല്ലെങ്കിൽ പാലിക്കുവാൻ ഞങ്ങളെ നിർബന്ധിതരാക്കുന്നത് എന്നൊരു കുണ്ഠിതം കാണും എപ്പോഴും. നമ്മുടെ കുണ്ഠിതന്മാരെ പോലെ, സ്ഥിരമായിട്ടുള്ള പണ്ഡിതന്മാരെ വിളിക്കുന്ന ഒരു വാക്കാണത്. അങ്ങനെയുള്ളൊരു കുണ്ഠിതം കേരള ജനത്തിന് എപ്പോഴും ഉണ്ടാകും, കേരളീയർക്ക് എപ്പോഴും ഉണ്ടാകും. ഈ ഒരു ക്രിമിനലിനെ പിടികൂടി അകത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ, അയാളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിലല്ല. സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അയാൾ. കാശില്ല, എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തരണം. ഇതെല്ലാം പരിഹാസമാണ്. കൃത്യമായിട്ട് നിങ്ങളുടെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കിയതുപോലെ അയാൾ നിങ്ങളുടെ വല പൊട്ടിച്ച് പുറത്തു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആയങ്കി ഫാൻസ് ഉണ്ടോ എന്നുള്ളത് പോലീസ് സംവിധാനങ്ങളൊന്ന് പരിശോധിക്കണം. ആഭ്യന്തരമന്ത്രിയും അത്തരം കാര്യങ്ങളിലൊന്ന് ശ്രദ്ധ ചെലുത്തണം. ഇതൊരപേക്ഷയാണ്. എന്തായാലും ആയങ്കി എപ്പിസോഡ് നീണ്ടു പോവുകയാണ്. എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. കോടതിയിൽ ആയങ്കി കീഴടങ്ങുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല കീഴടങ്ങിയതായിട്ട് അത് കണക്കാക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ വിഷയത്തിൽ തൽക്കാലം ഇത്രമാത്രം. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച്, അർജുൻ ആയങ്കി ആരാണ്? അർജുൻ ആയങ്കി രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിക്കുന്ന, നമ്മുടെ വിജയ് സിനിമകളിലൊക്കെ കാണുന്നത് പോലെ മുതൽവനെ വെല്ലുവിളിക്കുന്ന, മുതൽവൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്ന ഒരു സാധാരണക്കാരനായ ധീരനായകനാണോ, അതോ വെറുമൊരു മൂന്നാംകിട എന്ന് പോലുമല്ല, ഒരു പത്താംകിട ക്രിമിനലാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ എന്താണെന്നുള്ളത് തീർച്ചയായും യോജിപ്പായാലും വിയോജിപ്പായാലും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുവാനായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.